പിശാച് കണ്ണ് കുരുടാക്കിയതാ. പിശാച് ഇവരുടെ മനസ്സിൽ കൊടുത്തിരിക്കുക, ഇതാ ദൈവം, നീ ഇവിടെ നമസ്കരിച്ചാൽ മതി. നീ നമസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഇന്ന മലയിലിരിപ്പുണ്ട്. ഒരമ്മച്ചിക്ക് മലയിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ആശ്രയിക്കണ്ടേ? ആരെ കാണാൻ? ദൈവത്തെ കാണാൻ. ആ അമ്മച്ചിയുടെ ദൈവത്തെ കാണാൻ അവിടെ പോകണമെങ്കിൽ ആരെയെങ്കിലും, പിന്നെ പോലീസ് നിന്ന് ക്യൂ നിന്നിട്ട് വേണം അപ്പം ദൈവത്തിൻ്റെ അടുക്കലോട്ട് പറഞ്ഞു വിടാൻ. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പം അവിടെ ദൈവം കൊടുക്കുന്നത് തീർന്നു പോകും, സാധനം തീർന്നു പോയി. അതിൻ്റെ ഒന്നും പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ ദൈവത്തിൻ്റെ അടുക്കുന്നേക്ക് ഏത് സമയത്തും ചെല്ലാം, ഏത് സമയത്തും. ഹല്ലേലൂയ. ക്യാമ്പുകളിലൊക്കെ താമസിക്കുമ്പോൾ ബങ്ക് കട്ടിലൊക്കെ ഇട്ട് അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ഉടനെ ഒരു ടെലിഫോൺ കോൾ വന്ന് വീട്ടിൽ നിന്ന് ഒരു കത്ത് വന്നു. ഉറക്കെ ഈ ടെലിഫോൺ പറയാൻ പറ്റത്തില്ല. സ്വോത്രം അച്ഛാ, ഇച്ചിരി പൈസ അയക്കണേ. സ്വോത്രം, കുഞ്ഞ് ഹോസ്പിറ്റലാ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് അവിടെ ഒന്ന് തകരാൻ, ചുറ്റുപാടും ഇരിക്കുന്നവരുടെ മുമ്പിൽ ഒന്ന് തകരാൻ കഴിയാതിരിക്കുമ്പം പെട്ടെന്നിറങ്ങി ബാത്റൂമിൽ കയറി പൈപ്പ് അരിച്ചു വിട്ടിട്ട് ആ ശബ്ദത്തിൽ വാവിട്ട് നിലവിളിക്കുമ്പോൾ അവിടെ ഇറങ്ങി വരുന്നവൻ്റെ പേരാ ദൈവം. അല്ല, നീ ഒരു മലയിലും പോകണ്ട, നീ യെരൂശലേമിൽ പോകണ്ട. നിന്റെ വേദനയിൽ നീ തകർന്ന ഹൃദയത്തോടെ അപ്പച്ചാ എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്നവന്റെ പേരാ ദൈവം. എവിടെയും ഇറങ്ങി വരാൻ കഴിയുന്നവൻ, അവനെയല്ലേ സേവിക്കുന്നേ. അവനെ അറിയാനിടയായതിൽ നീ ഒരു നന്ദി പറയണ്ടേ. ഈ സർവശക്തനെ, ഈ നല്ലവനായ ദൈവത്തെ അറിയാൻ.